ഹലോ ഗൈസ്, നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു ഉള്ളിയും തക്കാളിയും മുട്ടയും ഉപയോഗിച്ച് കറി ഉണ്ടാക്കാൻ നോക്കാം. കറി മീൻസ് ജസ്റ്റ് ഒരു റോസ്റ്റ്. ഇത് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും. നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളിയുടെ ഒക്കെ റെഡിയാക്കിയിട്ട് കഴുകിയെടുക്കാം, ഉള്ളിയും തക്കാളിയൊക്കെ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ തക്കാളിയും ഉള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ചീനച്ചട്ടി അത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുഴറ്റിയെടുക്കാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഓയിൽ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാം. നമുക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കുറച്ചുകൂടെ ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തക്കാളി ഇടാം. നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം വേണം ഇടാൻ. എന്നിട്ട് സാവധാനം നമുക്കൊന്ന് വഴന്ന് കിട്ടാൻ മതി. ഹൈ ഫ്ലെയിമാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചായിരുന്നു. ഇനി നമ്മളിത് കുറച്ച് വയ്ക്കാം. ഒരു ഫേസിൽ നമുക്ക് നമ്മുടെ മസാലപ്പൊടികളോ അല്ല ഉപ്പും അല്ല ഇതിലേക്ക് ചേർത്ത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഇനി നമുക്ക് മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഇടാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഉള്ളിയും തക്കാളിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുഴറ്റി കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഡയറക്റ്റായി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൂൺ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട ചുറ്റി കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചിക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളിയുടെ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് നേരെ ചെയ്യാം, പക്ഷേ ഒന്ന് ടച്ച് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ നമ്മുടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സായി ഇത്